വളരെ പ്രസിദ്ധമായ രാമശ്ശേരി ഇഡലി നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ട്രഡീഷണൽ ആയിട്ടല്ലെങ്കിലും അതേ രുചിയിൽ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് നാഴി പൊന്നി പുഴുക്കലരി ഇട്ട് കൊടുക്കാം. ഇവിടെ നാഴി അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു നാഴി ക്വാളിറ്റിയുള്ള പച്ചരിയും കൂടെ നമുക്കതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് അരനാഴി ഉഴുന്നും ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് നന്നായി കഴുകിയെടുക്കാം. ഉഴുന്നും ക്വാളിറ്റി ഉള്ളതാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടും നന്നായി കഴുകി 6 മണിക്കൂറോളം കുതിരാൻ വയ്ക്കണം. ഉഴുന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിരാൻ വെച്ചിരുന്ന വെള്ളത്തിൻ്റെ പകുതി മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം 2-3 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ നല്ല കട്ടിയായിട്ട് ഉഴുന്നരച്ചെടുക്കണം. നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം. അതേ ജാറിൽ തന്നെ അരിയും ഇട്ട് കൊടുക്കാം. അരി 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ജാറിലേക്ക് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് കുതിരാൻ വെച്ച വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അരിയും നല്ല കട്ടിക്ക് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ വേണം അരി അരച്ചെടുക്കാൻ. നമുക്കത് ഉഴുന്നരച്ചു കൊടുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഇവിടെ അരി മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ യോജിപ്പിക്കുകയാണ് കേട്ടോ നല്ലത്. നന്നായി പുളിച്ച് പൊങ്ങാനും സഹായിക്കും. ഇത് നന്നായി പുളിച്ച് പൊങ്ങാനായിട്ട് 8 മുതൽ 10 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിൻ്റെ കൂടെയുള്ള ചട്നിപ്പൊടി കൂടി തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 1/4 കപ്പ് ചുവന്ന അരിയും 2 ടീസ്പൂൺ വീതം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർക്കാം. 1.5 ടീസ്പൂൺ കുരുമുളകും ഒരു 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലോ ഹൈയിലോ ഇരിക്കണമെങ്കിലേ അരി നന്നായി ഒന്ന് വറുത്ത് കിട്ടുകയുള്ളൂ. അരി നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തീ സിമ്മിലേക്ക് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. 2 നുള്ളു കായപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം നന്നായി ഇവിടെ ഒരുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് തരിയില്ലാതെ പൊടിച്ചെടുക്കാം. ഈ ചട്നിപ്പൊടിക്ക് ഒട്ടും തരി പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഒപ്പം ഒരു തേങ്ങാ ചട്നി കൂടി തയ്യാറാക്കാമേ. 1 കപ്പ് തേങ്ങയും 2 സ്പൂൺ പൊട്ടുകടലയും 2 പച്ചമുളകും 2 ഇതൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 1 തണ്ട് മല്ലിയിലയും കുറച്ച് ഉപ്പും 2 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം. മാവ് നന്നായി പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാനായി. നമുക്ക് ഇഡലി പാത്രത്തിൻ്റെ ഹോളുള്ള തട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു വാഴയില അതിൻ്റെ മീതെ വെച്ച് നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. ഈ ചെറിയ തവിക്ക് 1 തവി മാവ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. അരിയുടെയും ഉഴുന്നിൻ്റെയും അളവും അരയ്ക്കുന്നതിൻ്റെ ഒരു പരുവവും കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇഡലി ഉണ്ടാക്കുന്ന ആർക്കും ഫ്ലോപ്പ് ആവില്ല. വെന്ത് കിട്ടാനായി വെറും 3 മിനിറ്റ് മാത്രം മതി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീട്ടിൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുതേ.